നമ്മള് ഇഷ ഒരു വർഷമായിട്ട് സേവ് ചെയ്ത് വെച്ച കുറ്റിയൊക്കെ പൊട്ടിച്ചു. ഇപ്പൊ ഞങ്ങൾ അതിന്റെ ഷോപ്പിങ്ങിന് പോവാണ്. അപ്പൊ ഇഷ എന്താ പറയാ, പോവാ സ്റ്റാർട്ട് ചെയ്യാം. ഒന്ന് ഷോപ്പിംഗ് പോയിട്ട് ഇനി വീണ്ടും കാണാം. ബൈ ബൈ. നടന്നോ? ഓക്കെ, നടന്നോ. സുന്ദരിയായിട്ട് വരും. അപ്പൊ ഇതാണ് നമ്മൾ മുടി വെട്ടാൻ പോകുന്ന സ്ഥലം, ഡർബൻ റിച്വൽസ്. ഇവിടെ എന്താ ഒരു പുതിയ സാധനമൊക്കെ വന്നിട്ടുണ്ടല്ലോ. ഇതെന്താ ചിന്നു? പൈസ ഇട്ടാൽ കിട്ടുന്ന സാധനം തോന്നുന്നു. അങ്ങനെ ഞങ്ങൾ സലൂണിൽ കയറി. അവിടെ ഇഷൻ്റെ ഹെയർ കട്ട് ചെയ്യാനുള്ള കാര്യമൊക്കെ പറഞ്ഞു. അപ്പം അവർ ആദ്യം അവിടെ ഒരു ലേഡി വന്നിട്ട് അവളെ ഹെയറൊക്കെ ഒന്ന് നോക്കി എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത്. അപ്പം ഞങ്ങൾ ഇപ്പോൾ ഒരു സ്റ്റൈലൊന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവർ പറഞ്ഞു കുട്ടികളുടെ സ്പെഷ്യലിസ്റ്റ് ഉണ്ട്, ഹെയർ സ്റ്റൈലിസ്റ്റ്, അവർ വരും, അവർ വന്ന് നോക്കിയിട്ട് ആപ്റ്റായിട്ടുള്ളത് നോക്കിയിട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവർ വരാൻ വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആണ്. അന്നേരത്ത് ഷെസും ഇഷയും കൂടി കുറച്ച് കോപ്രായങ്ങളൊക്കെ അവിടെ കാണിക്കുന്നുണ്ട് മിററിൻ്റെ ഇടയിൽ നിന്നിട്ട്. അപ്പം സ്റ്റൈലിസ്റ്റ് വന്നു. അപ്പോൾ ഇയാൾ കണ്ടപ്പോഴാണ് മനസ്സിലായത് കഴിഞ്ഞ തവണ ഈദിന് മുടി വെട്ടിയതും ഇയാൾ തന്നെയാണെന്നുള്ളത് മനസ്സിലായി. നല്ല ആൾ ഭയങ്കര സപ്പോർട്ടീവാണ്. ഇഷനോടൊക്കെ ചോദിച്ചു, അഭിപ്രായമൊക്കെ ചോദിച്ചിട്ടാണ് ഓരോന്ന് ചെയ്തത്. അപ്പം സ്റ്റൈൽ എന്താണെന്ന് നമുക്ക് പറഞ്ഞിട്ടില്ല. പറഞ്ഞ് ഞാൻ ഒരു വേറെ ടൈപ്പ് ഉദ്ദേശിക്കുന്നുണ്ട്, ചെയ്തിട്ട് കാണിച്ചു തരാം, ഫൈനൽ ലുക്ക് എന്താണെന്ന് നിങ്ങൾ അഭിപ്രായം നോക്കിയിട്ട് പറയുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതാ ഇഷ ഇങ്ങനെ പാട്ടൊക്കെ കേട്ട് ആസ്വദിച്ചിങ്ങനെ ഇരിക്കുന്നുണ്ട്. പിന്നെ വാഷൊക്കെ കഴിഞ്ഞിട്ട് ഇത് കട്ട് ചെയ്യാനൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മൂപ്പരിങ്ങനെ ചെയ്യുന്നുണ്ട്. ഇഷ ഇങ്ങനെ നോക്കുന്നുണ്ട് എന്താണ് ഈ കാണിച്ച് വെക്കുന്നത് എന്നുള്ളത്. അങ്ങനെ ഇപ്പോൾ ഇതാ ബ്ലോ ഡ്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു. കട്ടിങ് ഒക്കെ കഴിഞ്ഞു ഓൾമോസ്റ്റ്. ഫൈനൽ ലുക്ക് ഇതാണ് ഇഷിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. രസമുണ്ടോ എന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്ത് പറയണേ. ഇതിപ്പോൾ ഒരു ഇഷ ഫുൾ ഓൺ പോസിങ്ങിലാണ്. ഒരു ഇൻസ്റ്റാ പേജിൽ ഇടാൻ വേണ്ടിയിട്ട് ഫോട്ടോസ് എടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെതാ പല രീതിയിലൊക്കെ ഹെയർ സെറ്റ് ചെയ്ത് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ആൾ ഭയങ്കര ഹാപ്പിയാണ്. എന്തായാലും ഒക്കെ ഇഷ്ടമായി എന്നാണ് പറഞ്ഞത്. നെക്സ്റ്റ് ഇടയ്ക്ക് കയറാൻ പോകുന്നത് ഹാഫ് പ്രൈസ് സെയിൽ നമുക്ക് ബോർഡ് കാണുന്നുണ്ട്. നല്ല റഷുണ്ട്. ഒരുപാട് ആൾക്കാർ നിന്ന് ലാസ്റ്റ് ഡേ ആണെന്നാണ് പറഞ്ഞത്, 50%. അപ്പം സെലക്റ്റഡ് ഐറ്റംസിനാണുള്ളത്. ബാക്കി ഇതിനൊക്കെ എന്തൊക്കെയോ ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ അങ്ങനെ അനൗൺസ് ചെയ്തുകൊണ്ടുണ്ട് ഓരോന്ന്. അപ്പം ഇഷയും ഡിസൈഡ് ചെയ്തിട്ടില്ല എന്തെടുക്കണം എന്ന്. കയറിയിട്ട് നോക്കാം. Special 50% going to be added today, and we have special discount offer going on our all section. അപ്പോൾ നമ്മൾ ഇഷൻ്റെ ഷോപ്പിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇപ്പോൾ അതെ ഇതൊക്കെ കാലിയായിട്ടാണ് കിടക്കുന്നത്. ഇനിയിപ്പം ഇഷൻ്റെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഇതിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളതൊക്കെ നോക്കാം. അവൾ എന്തൊക്കെയാണ് എടുക്കാൻ പോകുന്നതെന്നുള്ളത് നോക്കാം. അല്ലേ ഇഷന്? സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. എന്തേ കിട്ടിയോ? തീരുമാനമായോ? ഇത് കിട്ടിയോ? നോക്കി കഴിഞ്ഞില്ലേ? കുറേ നേരമല്ലേ തുടങ്ങിയിട്ട്. എടോ ഇതൊന്ന് ഒളിഞ്ഞു നോക്കാം. നിഷ കഴിഞ്ഞോ? പർച്ചേസിങ് കഴിഞ്ഞോ? എന്തൊക്കെ വാങ്ങിയേ? പറഞ്ഞു കൊടുക്കണ്ടേ ഇപ്പം എന്തൊക്കെ വാങ്ങിയേ?
എന്തൊക്കെ വാങ്ങിയെന്ന് അറിയില്ലല്ലേ. നമ്മൾ വീട്ടിലെത്തിയിട്ട് സാധനങ്ങളൊക്കെ കാണിച്ചു തരാമെന്ന് പറഞ്ഞാൽ. ഓക്കെ, സീ യു ലേറ്റർ.